വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. എരുമമുണ്ട 200 ഏക്കറിൽ പുലി ഇറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്നു. മുട്ടനാലിക്കൽ ഷിജുവിന്റെ വളർത്തുനായയാണ് പുലി കടിച്ചുകൊന്നത്. നായയെ കടിച്ചുകൊന്നത് പുലി തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നും അടിയന്തരമായി കൂട് സ്ഥാപിക്കുമെന്നും നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ധനേഷ് കുമാർ പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആര്യടൻ ശൗക്കത്ത് MLA പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. കടുവ, പുലി, കരടി, കാട്ടാനകളെല്ലാം ജനവാസ മേഖലയിലാണെന്നും MLA പറഞ്ഞു. ഇവിടെ ഇന്ന് രാവിലെ പട്ടാപ്പകൽ 10:30 മണിക്ക് പുലി വന്ന് ഈ കർഷകന്റെ വീട്ടിൽ നിന്ന് പട്ടിയെ കടിച്ചുകൊണ്ട് ഈ പാതി ഉപേക്ഷിച്ചു പോയിരിക്കുക. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് മലാങ്കുണ്ടിൽ ഇതേപോലെ സംഭവങ്ങൾ നടക്കുക. ഇത് 1-2 തവണയല്ല, നിരന്തരമായി പുലികളുടെ ഒരു വലിയ പട്ടാപ്പകൽ പുലി ഇറങ്ങി മനുഷ്യനെ വല്ലാതെ ഭീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം. ഇവിടെയുള്ള കർഷകരും കുടുംബങ്ങളും മുഴുവൻ വലിയ ഭീതിയിൽ നിൽക്കുകയാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും സർക്കാരുമൊക്കെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം. നിലമ്പൂർ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല, നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിരന്തരമായി പുലിയും കടുവയും കരടിയും ഇറങ്ങുകയാണ്. ആനയുടെ അക്രമം മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. ആനയൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച് നിൽക്കുകയാണ് ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ. ഇന്നലെയാണ് അതിനെ തുരത്താൻ വേണ്ടിയുള്ള കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കാട്ടിൽ നിന്നിറങ്ങി ജനവാസ കേന്ദ്രത്തിൽ 3-4 ആനകൾ തമ്പടിച്ച് നിൽക്കുക ഇതേ പഞ്ചായത്തിൽ. ഇന്ന് രാവിലെയാണ് അതിനെ ആട്ടിയോടിക്കുന്ന സംവിധാനം ഉണ്ടായത്. എന്തായാലും ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ഈ കാര്യത്തിൽ ഏത് രൂപത്തിലും ഈ സർക്കാർ സംവിധാനത്തോടും ഉദ്യോഗസ്ഥന്മാരോടും സഹകരിക്കാൻ, സേനയുണ്ടാക്കാൻ, അവരെ സഹായിക്കാൻ ഒക്കെ ഇവിടെയുള്ള ജനങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ട സംവിധാനങ്ങൾ അടിയന്തരമായി ഉണ്ടാവണം. ജനങ്ങൾ ഇത്രമാത്രം ഭീതിയിൽ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഇതിനു മുൻപ് നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവണമെന്നതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനാണ്. വനമേഖലയിൽ നിന്നും 2 കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാണ് പുലി നായയെ കടിച്ചുകൊന്നത്. നായയുടെ വയർഭാഗം പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലാണ്. രാവിലെ നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ എത്തിയപ്പോഴാണ് പുലി കടിച്ചുകൊന്ന നിലയിൽ കണ്ടതെന്ന് ഷിജു പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ പട്ടിയെ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ചുറ്റുവട്ടത്ത് നോക്കിയിട്ടും കാണുന്നില്ല. അപ്പം കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് പട്ടിയെ വലിച്ചു പൊളിച്ചിട്ടേക്കുക. ഞങ്ങളിവിടെ 50 വർഷത്തോളമായി താമസിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇതിൻ്റെ മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമീപകാലത്തായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇവിടെ കൂടുതലും റബ്ബർ വെട്ടുന്ന ആളുകളാണ്. അവർ ടാപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചത് വല്ലാത്തൊരു സംഭവമായിപ്പോയി. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിയമ നടപടികളോ അല്ലെങ്കിൽ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. കാരണം ഇതൊരു വലിയ സംഭവം തന്നെയാണ്. രാവിലെ 10:30 നായയുടെ ബാക്കി ഭാഗം കൂടി തിന്നാൻ പുലി എത്തിയത് കണ്ടതായി അയൽവാസി ടോമി പുന്നോലിക്കുന്നേൽ പറഞ്ഞു. പട്ടിയുടെ നിർത്താത്ത കുര കേട്ടിട്ട് നോക്കുമ്പോഴാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് പുലി. അപ്പം ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ കല്യാണാർത്ഥം എൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. തോട് സൈഡിലേക്കാണ് പോയത്. ഞാൻ DFOയ്ക്ക് വിളിച്ചു പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്തെല്ലാം വിളിച്ചു പറഞ്ഞു. 50 വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നായയെ പുലി കടിച്ചു കൊന്നതിനു ശേഷം ഭക്ഷിച്ചിരുന്നു. നിലവിൽ ഇവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. വലിയ ഭയപ്പാടിലാണെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇവിടെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച ഗ്യാപ്പിലാണ്, 4 ദിവസം ഒരാഴ്ച ഒക്കെ ഗ്യാപ്പിൽ ഓരോ പട്ടികൾ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 പട്ടികളോളം ഈ പ്രദേശത്ത് നിന്ന് തന്നെ പട്ടികളെ കാണാതായിട്ടുണ്ട്. പുലിയാണെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വന്ന് ഇവിടുന്ന് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ പുലിയെ പേടിച്ചിട്ട് മനുഷ്യനെ പുറത്തിറങ്ങാനും റബ്ബർ വെട്ടുന്ന കർഷക തൊഴിലാളികളാണ് ഇവിടെ കൂടുതലുള്ളത്. രാത്രി കാലങ്ങളിലാണ് റബ്ബർ വെട്ടാൻ പോകേണ്ടത്. റബ്ബർ വെട്ടാൻ പോകാനൊന്നും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പുലിയെ അടിയന്തരമായി പിടിച്ച് ഇവിടുന്ന് മൃഗശാലയിലേക്ക് മാറ്റണ നടപടികൾ എത്രയും വേഗം നടത്തേണ്ടതാണ്. ഇത് മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിയിടുകയാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പുലിയെ ഇവിടെ തുറന്നു വിട്ടതാണോ എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നുണ്ട്. 50 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഈ 2 മാസക്കാലം നിരന്തരമായിട്ട്
ഇവിടെ പുലിശല്യം ഉണ്ടാകുന്നത്. എത്രയും വേഗം പുലിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി ജനങ്ങളുടെ സുരക്ഷിതവും ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരായി ഞങ്ങൾക്ക് പറയാനുള്ളത്. റബ്ബറിന്റെ ടാപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരും തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. അവരുടെ തൊഴിലൊക്കെ മുടങ്ങി കിടക്കുകയാണ്. 2 കിലോമീറ്ററോളം ഇപ്പുറത്തുനിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ കൂടുതലായിട്ടും കുടുംബമായിട്ടും കുട്ടികളും സ്കൂളിൽ പോകുന്നതൊക്കെ സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച് ഇവിടുന്ന് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരായി ഞങ്ങൾക്ക് പറയാം. വനം വകുപ്പിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ഉയരുകയാണ്. നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് എരുമമുണ്ട 200 ഏക്കർ. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.